ഷബീർ മെഡിക്കൽ ഗ്രൂപ്പ് ആരോഗ്യ മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയൊരു അവയവവും അതിൻ്റെ രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ മലയാളിയിൽ ചർച്ച ചെയ്യുന്നത്. വളരെ ചെറുതാണെങ്കിലും ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭംഗിയും നമ്മൾ ആസ്വദിക്കുന്നത് ആ അവയവത്തിലൂടെയാണ്. അതെ, നേത്രരോഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കാഴ്ചയെ മറയ്ക്കുന്ന രോഗങ്ങൾ നിരവധിയാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് പ്രായഭേദമില്ലാതെ ആർക്കും പിടിപെടാവുന്ന രോഗങ്ങളാണ് നേത്രരോഗങ്ങൾ. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ നേത്രരോഗങ്ങളുടെ വർധനയ്ക്ക് ഇന്നും ഒരു പ്രധാന കാരണമാണ്. മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ കടന്നുകയറ്റം കുട്ടികളിൽ പോലും ഇന്ന് നേത്രരോഗങ്ങൾ പടർത്തുന്നതിൽ ഒരു മുഖ്യ ഘടകമായി മാറുന്നു. നമ്മുടെ കണ്ണുകളെ രോഗങ്ങളിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാം, നേത്രരോഗങ്ങൾക്കുള്ള ശരിയായ ചികിത്സ എന്തൊക്കെ തുടങ്ങിയ വിവരങ്ങൾ ഇന്ന് ആരോഗ്യ മലയാളിയിൽ. പ്രായമാകുന്തോറും നമ്മുടെ കാഴ്ചശക്തി കുറഞ്ഞു വരാൻ കാരണങ്ങൾ അനവധിയാണ്. അതിലൊന്നാണ് തിമിരം. എന്തൊക്കെയാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ? സാധാരണ പ്രായം ചെന്ന ആൾക്കാരിലാണ് തിമിരം ഉണ്ടാകുന്നത്. തിമിരത്തിൻ്റെ പ്രധാന രോഗലക്ഷണം കാഴ്ച കുറയുക എന്നുള്ളത് തന്നെയാണ്. ചില രോഗികളിൽ തിമിരത്തിന് വലിയ കട്ടിയില്ലെങ്കിൽ പോലും നല്ല പ്രകാശത്തിൽ ഒരു ഗ്ലെയർ പോലെ, സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഗ്ലെയർ ഉണ്ടാകുക, അല്ലെങ്കിൽ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ എതിർവശത്ത് നിന്ന് ലൈറ്റ് വരുമ്പോൾ ഗ്ലെയർ ഉണ്ടാകുക, ഇതും തിമിരത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ്. പക്ഷേ പ്രധാനമായിട്ടും കാഴ്ച കുറയുക, അത് ദൂരക്കാഴ്ചയാവാം, കമ്പ്യൂട്ടറിൽ അതുപോലെ മൊബൈൽ നോക്കാനുള്ള ബുദ്ധിമുട്ടാവാം, പത്രം വായിക്കാനുള്ള ബുദ്ധിമുട്ടാവാം. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും തിമിരത്തിൻ്റെ ലക്ഷണങ്ങൾ. വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? എന്തൊക്കെയാണ് സാധാരണ തിമിര ശസ്ത്രക്രിയയേക്കാൾ ഇതിലൂടെ രോഗിക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ? തിമിരം എന്ന അസുഖത്തിന് ശസ്ത്രക്രിയ അല്ലാതെ വേറെ ചികിത്സയൊന്നും ലഭ്യമല്ല. തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞ വളരെ വർഷങ്ങൾ കൊണ്ട് നൂതനമായ പല രീതികളും വന്ന് ഇപ്പോൾ നമ്മൾ വേദനയില്ലാത്ത വളരെ ചെറിയ ഒരു ദ്വാരത്തിനകത്തോട്ടുള്ള ഒരു കീ ഹോൾ സർജറിയിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഫേക്കോ എമൾസിഫിക്കേഷൻ എന്നാണ് ഈ ശസ്ത്രക്രിയ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒരു 2.2 മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ചെറിയ ഒരു കീ ഹോളിനകത്തുകൂടെയാണ് അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ഈ തിമിരത്തിനെ നമ്മൾ പുറത്തെടുക്കുന്നത്. ഈ തിമിരം പുറത്തെടുക്കുകയും അതേ ചെറിയ സുഷിരത്തിനകത്തുകൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ലെൻസ് കണ്ണിനകത്തേക്ക് നമുക്ക് നിക്ഷേപിക്കാനും സാധിക്കും. ഏതാണ്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ മാത്രം ദൈർഘ്യമുള്ള ഈ ശസ്ത്രക്രിയ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. രോഗിക്ക് ബുദ്ധിമുട്ടുകൾ ഈ ശസ്ത്രക്രിയ കൊണ്ട് വളരെ കുറവാണ്. പഴയ രീതിയിലുള്ള ശസ്ത്രക്രിയകളെ അപേക്ഷിച്ച് ഇതിന് തുന്നലില്ല. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള പഥ്യങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ട് നമ്മൾ മിക്കവാറും എല്ലാ രോഗികളിലും ചെയ്യുന്നത് ഈ കീഹോൾ എന്ന ഫേക്കോ എമൾസിഫിക്കേഷൻ ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയാ സമയത്ത് വേദനാരഹിതവും അതുപോലെ കുറച്ച് സമയം എന്നുള്ളത് മാത്രമല്ല, അകത്തിടുന്ന ലെൻസിലും വളരെ അധികം നൂതനമായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയാ പ്രക്രിയയും അതിനുശേഷമുള്ള റിക്കവറിയും അതിനുശേഷമുള്ള കാഴ്ചയുടെ ആ ക്വാളിറ്റിയും പഴയ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ നല്ലതാണ്. കുട്ടികളിൽ തിമിരം എന്ന അസുഖം വരാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ? എന്ത് കാരണമാണ് കുട്ടികളിൽ തിമിരം വരുന്നത്? ഇതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ്? സാധാരണ മുതിർന്നവരിലാണ് തിമിരം ഉണ്ടാകുന്നതെങ്കിലും കുട്ടികളിലും തിമിരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുതന്നെ നമുക്ക് 3 തരത്തിൽ ഇതിനെ തിരിക്കാൻ സാധിക്കും. ജന്മനാ തന്നെ, കുട്ടി ജനിക്കുമ്പോൾ തന്നെ കണ്ണിൽ തിമിരമുണ്ടാകാം. ഇതിനെ നമ്മൾ കഞ്ചനിറ്റൽ ഗ്ലോക്കോമ എന്നും, വളരെ കുട്ടിക്കാലത്ത് വരുന്നതിനെ ഇൻഫൻറ്റൈൽ ഗ്ലോക്കോമ എന്നും, കുറച്ചുകൂടി വലിയ കുട്ടികളിൽ ഇതിനെ ഡെവലപ്മെൻറ്റൽ ഗ്ലോക്കോമ എന്നും നമ്മൾ വിശേഷിപ്പിക്കും. ഈ 3 തരം തിമിരങ്ങളും ഒരുപക്ഷെ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വളരെ കൊച്ചുനാളിൽ തന്നെ എന്തെങ്കിലും കണ്ണിൻ്റെ ലെൻസിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ കാരണം ആണ് ഈ തിമിരം ഉണ്ടാകുന്നത്. വളരെ കുട്ടിക്കാലത്തെ ഉള്ള തിമിരം കണ്ടുപിടിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാര്യം ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് വെളിച്ചവും കാഴ്ചയും മുഖങ്ങളും നിറങ്ങളും എല്ലാം കണ്ടാണ് ആ കാഴ്ച പ്രോപ്പറായിട്ട് ഒരു അഡൽട്ട് കാഴ്ചയിലോട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഏതാണ്ട് 2 വയസ്സ് വരെ കണ്ണിൻ്റെ ഐബോളിൻ്റെ സൈസ് മാറിക്കൊണ്ടേയിരിക്കും. അതിനുശേഷമാണ് ഒരു സാധാരണ കാഴ്ച എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കണ്ണിൽ തിമിരമുണ്ടായി കാഴ്ച കുറയുകയാണെങ്കിൽ ആ കണ്ണ് ഒരുപക്ഷെ നമ്മൾ എന്ത് ശസ്ത്രക്രിയ ഭാവിയിൽ ചെയ്താലും പൂർണ്ണമായിട്ടും കാഴ്ച വീണ്ടെടുക്കാനുള്ള ബുദ്ധിമുട്ട് പല കുട്ടികളിലും കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ കുട്ടികളുടെ കണ്ണ് ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണിൽ എന്തെങ്കിലും വെള്ള നിറം, ഇതിനെ നമ്മൾ വൈറ്റ് റിഫ്ലെക്സ് ഇൻ ദി ഐ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വെള്ള നിറം മാതാപിതാക്കളോ ആരെങ്കിലും ആ കണ്ണിൽ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ വളരെ വിശദമായിട്ട് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ശസ്ത്രക്രിയ തന്നെയാണ് കുട്ടികളിലും തിമിരത്തിനുള്ള പ്രധാന ചികിത്സ. അത് തന്നെ നേരത്തെയൊക്കെ നമ്മളൊരു 2 വയസ്സ് വരെ തിമിരം മാത്രം മാറ്റി കണ്ണിനകത്ത് ലെൻസ് നിക്ഷേപിക്കാതിരിക്കുമായിരുന്നു. ഇപ്പോൾ പുതിയ നൂതനമായ ചികിത്സാ ശസ്ത്രക്രിയാ രീതികൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ചെറിയ കുട്ടികൾ, ഏതാണ്ട് 1 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ നമുക്ക് തിമിരം ഓപ്പറേഷൻ്റെ കൂടെ തന്നെ കണ്ണിനകത്ത് ലെൻസ് വയ്ക്കാൻ സാധിക്കും. ഇനി അഥവാ ആദ്യത്തെ ശസ്ത്രക്രിയയിൽ ലെൻസ് വെച്ചില്ലെങ്കിൽ ആ കുട്ടി വലുതാവുമ്പോൾ വീണ്ടും കണ്ണിനകത്ത് ലെൻസ് വെച്ച് നമുക്ക് സാധാരണ കാഴ്ച ആ കണ്ണിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ കണ്ണിന് ഈ ഓപ്പറേറ്റ് ചെയ്ത് ലെൻസ് വെച്ചാൽ മാത്രം പോരാ, ഭാവിയിൽ കണ്ണട വേണമെങ്കിൽ ആ കണ്ണട വയ്ക്കുക. അതുപോലെ തന്നെ കാഴ്ച ശരിക്കും പൂർണ്ണമായില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എക്സസൈസ്, ആംബ്ലിയോപ്പ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. പാച്ചിങ്, അതായത് നല്ല കാഴ്ചയുള്ള കണ്ണ് അടച്ചു പിടിച്ച് മോശം കാഴ്ചയുള്ള കണ്ണിന് എക്സസൈസ് കൊടുക്കുക. അങ്ങനെ ഉള്ള രീതികളെല്ലാം തന്നെ ആ കുട്ടി വലുതാകുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പ് ചെയ്യുകയും ഈ ചികിത്സാ രീതികളെല്ലാം ചെയ്യേണ്ടതുമാണ്. ആരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ പൂർണ്ണമായും അന്ധതയിലേക്ക് നയിക്കാവുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ. എന്തൊക്കെയാണ് ഗ്ലോക്കോമയുടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ? ഏതൊക്കെ മാർഗത്തിലൂടെ ഈ അസുഖം നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കും? കണ്ണിൽ പ്രഷർ അഥവാ മർദ്ദം വർദ്ധിച്ച് കണ്ണിൻ്റെ ഓപ്റ്റിക് നെർവ്, അതായത് ഞരമ്പിന് ഡാമേജ് വരുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ. ഇങ്ങനെ പറയുമ്പോൾ തന്നെ വളരെ കുറച്ച് ചില രോഗികളിൽ കണ്ണിൽ പ്രഷർ വളരെയധികം കൂടാതെ തന്നെ ഗ്ലോക്കോമ വരാറുണ്ട്. അതിനെ നമ്മൾ നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ എന്ന് പറയും. എന്നാലും ഒട്ടനവധി രോഗികൾക്ക് കണ്ണിൽ പ്രഷർ കൂടിയിട്ട്, കണ്ണിന് മർദ്ദം കൂടിയിട്ടാണ് ഗ്ലോക്കോമ ഉണ്ടാകുന്നത്. ഗ്ലോക്കോമ എന്ന അസുഖം പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. ഒന്ന് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, വേറൊന്ന് നാരോ ആംഗിൾ ഗ്ലോക്കോമ. ഇതിലേത് രീതിയിലുള്ള ഗ്ലോക്കോമയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെന്നാൽ രണ്ടിൻ്റെയും ചികിത്സാ രീതികളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ നാരോ ആംഗിൾ ഗ്ലോക്കോമ എന്നുള്ള അസുഖത്തിന് പ്രധാനമായിട്ടും ആദ്യം ചെയ്യുന്നത് ലേസർ ചികിത്സയാണ്. എന്നാൽ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയിൽ നമ്മൾ ആദ്യം തന്നെ കണ്ണിൽ ഒഴിക്കുന്ന തുള്ളി മരുന്നുകളാണ് ഇതിന് പ്രധാനമായിട്ടും ചികിത്സയായിട്ട് ഉപയോഗിക്കുന്നത്. ഗ്ലോക്കോമ എന്ന അസുഖം നേരത്തെ കണ്ടുപിടിക്കുക വളരെ അത്യാവശ്യമാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ അസുഖത്തിൽ നടുവിലുള്ള കാഴ്ച, അതായത് നമ്മുടെ കാഴ്ച നമുക്ക് നഷ്ടപ്പെടുന്നത് അസുഖത്തിൻ്റെ വളരെ അവസാന ഘട്ടങ്ങളിലായിരിക്കും. ഈ അസുഖത്തിന് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് സൈഡ് കാഴ്ച അഥവാ വിഷ്വൽ ഫീൽഡ് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വിഷ്വൽ ഫീൽഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഒട്ടുമിക്ക രോഗികളും സൈഡിൽ ഒരു കാഴ്ച കുറച്ച് മങ്ങിയാൽ അത് അറിയാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 40 വയസ്സിന് ശേഷം, അതായത് വെള്ളയെഴുത്ത് പരിശോധനയ്ക്കായിട്ട് രോഗികൾ ഡോക്ടറുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ കണ്ണിൻ്റെ പ്രഷർ പരിശോധിക്കുക, അതുപോലെ തന്നെ കണ്ണിനകത്ത് ഓപ്റ്റിക് നെർവിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വിഷ്വൽ ഫീൽഡ്, ഈ സൈഡ് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള വിഷ്വൽ ഫീൽഡ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതും കൂടി ചെയ്താലാണ് നമുക്ക് ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങൾ രോഗിയിലുണ്ടോ എന്നറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ രോഗം എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നു അത്രയും നല്ലതാണ്. കാരണം ഓപ്റ്റിക് നെർവിന് പ്രഷർ കൂടി ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും നമുക്ക് തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ നമ്മൾ ഈ അസുഖം കണ്ടുപിടിക്കുന്നോ, എത്രയും നേരത്തെ പ്രഷർ കുറയ്ക്കുന്നോ, അത്രയും നമുക്ക് രോഗിക്ക് ഭാവിയിൽ അന്ധതയിലേക്ക് പോകുന്നതിൻ്റെ ഇത് നമുക്ക് തടയാൻ സാധിക്കും. നേത്ര സംബന്ധമായി നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ലാസിക്. കണ്ണട ഒഴിവാക്കാനായുള്ള ഒരുതരം ശസ്ത്രക്രിയയാണ് ലാസിക്. എല്ലാ രോഗികളിലും ഇത് ചെയ്യാൻ സാധിക്കുമോ? ചെയ്താൽ തന്നെ എന്തൊക്കെയാണ് ലാസിക്കിൻ്റെ പാർശ്വഫലങ്ങൾ? കണ്ണട ഒഴിവാക്കാനുള്ള സർജറി അല്ലെങ്കിൽ ലാസിക് ഇപ്പോൾ പല സ്ഥലത്തും ചെയ്യുന്നുണ്ട്. അത് സാധാരണ നമ്മൾ ഒരു കുറച്ച് ഹയർ പവേഴ്സ്, -2 മുകളിലേക്കുള്ള പവേഴ്സിനാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത്.
ഈ പ്രൊസീജിയർ ഇപ്പോൾ ഓവർ ദ ലാസ്റ്റ് 15 to 20 ഇയേഴ്സ് വളരെ ഇമ്പ്രൂവായി സേഫ് പ്രൊസീജിയറാണ്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതായത് ചില ആൾക്കാരുടെ കൃഷ്ണമണിക്ക് കട്ടി കുറവാകാം. എന്നിട്ട് അവരുടെ കൃഷ്ണമണിക്ക് ഒരു അസുഖം കെരട്ടോകോണസ് എന്ന് പറഞ്ഞൊരു അസുഖം വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ ഈ ലാസിക് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ലാത്തവർക്ക് നമ്മൾ ടെസ്റ്റിങ്ങിൽ കൃഷ്ണമണിയുടെ സ്കാനിങ് എല്ലാം ചെയ്തെല്ലാം നോർമൽ ആണെങ്കിൽ ഇത് വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് കണ്ണ് കംപ്ലീറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കണ്ണിൽ പ്രഷർ ഉണ്ടോ, റെറ്റിനയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇതെല്ലാം എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യേണ്ട ടെസ്റ്റാണ്. എല്ലാ സർജറി പോലെയും ചെറിയൊരു റിസ്ക് പ്രോബ്ലംസ് വരാൻ ചെറിയൊരു റിസ്ക് ഈ പ്രൊസീജിയറിലും ഉണ്ട്. അതെല്ലാം നോക്കി കംപ്ലീറ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട്. ഡയബറ്റിസ് എന്ന അസുഖം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനെയും ബാധിക്കാറുണ്ട്. എന്നാൽ കണ്ണിൽ ഡയബറ്റിസിൻ്റെ മാറ്റങ്ങൾ വരുന്നതിനെ നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ, ഇതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയൊക്കെയാണ്? പ്രമേഹമുള്ളവർക്ക് കണ്ണിൻ്റെ റെറ്റിനയിൽ അല്ലെങ്കിൽ കണ്ണിൻ്റെ ഞരമ്പിൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഡയബറ്റിസ് ഡയഗ്നോസ്ഡ് ആകുമ്പോൾ തന്നെ കണ്ണൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സാധാരണ ഷുഗർ കൺട്രോൾ നല്ലതല്ലാതെയും ഉള്ളവർക്കും പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഡയബറ്റിസ് ഉള്ളവർക്കുമാണ് കണ്ണിൻ്റെ ഞരമ്പിൽ ചേഞ്ചസോ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്നത് ഡയബറ്റിക് ഡയഗ്നോസിസ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു റിവ്യൂവിനൊരു പീരിയഡ് പറയും. യാതൊരു കുഴപ്പമില്ലെങ്കിൽ നമ്മൾ സാധാരണ 6 months to a year, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്. നോക്കുമ്പോൾ ഞരമ്പിൽ പ്രോബ്ലം വരാവുന്നത് ഞരമ്പിൻ്റെ രക്തക്കുഴലിലാണ്. ഇത് 2 രീതിയിലാണ് കാഴ്ചയെ ബാധിക്കാവുന്നത്. നമ്മുടെ കാഴ്ചയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കണ്ണിൻ്റെ റെറ്റിനയുടെ സെൻട്രൽ ഭാഗമാണ്. അവിടെ നീർക്കെട്ട് പോലെ വരാം. ഇതിൻ്റെ ചികിത്സ കൃത്യം നടുക്കല്ലെങ്കിൽ നമുക്ക് ലേസർ ചെയ്യാം. കൃത്യം നടുക്കാണെങ്കിൽ ഈ നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാറ്. വേറൊരു രീതിയിൽ കാഴ്ചയെ ബാധിക്കാവുന്നത് അത് അഡ്വാൻസ്ഡ് റെറ്റിനോപ്പതി ചേഞ്ചസ് വരുമ്പോൾ കണ്ണിനകത്ത് അബ്നോർമലായിട്ടുള്ള വെസൽസ് വന്നിട്ട് പുതിയ രക്തക്കുഴൽ വന്നിട്ട് അത് ബ്ലീഡാകാം, കണ്ണിൻ്റെ ഞരമ്പിനെ വലിച്ച് ഞരമ്പ് വിട്ടുപോകാം. ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ പീരിയോഡിക് റിവ്യൂ ചെയ്യുമ്പോൾ അങ്ങനത്തെ ചേഞ്ചസിൻ്റെ ആരംഭം കാണുമ്പോൾ ഇതിന് ലേസർ ചികിത്സയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇതിലെല്ലാം ഡയബറ്റിസ് ഉള്ളവർക്ക് ഷുഗർ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് പീരിയോഡിക് ചെക്കപ്പ് നടത്തിയിട്ട് വേണ്ട പോലെ ഈ ചികിത്സകൾ ചെയ്യുന്നതാണ്. ഈ ഡയബറ്റിസും ഗ്ലോക്കോമ പോലെ തന്നെ നേരത്തെ കണ്ടുപിടിച്ച് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് കാഴ്ച പോകാതെ സൂക്ഷിക്കാൻ പറ്റും. പലതരത്തിലുള്ള നേത്രരോഗങ്ങൾക്ക് ആയുർവേദത്തിൽ പ്രയോജനപ്രദമായ ചികിത്സാ രീതികളുണ്ട്. നീയതേ അനേന ഇതി നേത്രം, അതായത് ശരീരത്തെ നയിക്കപ്പെടുന്നത് എന്നാണ് നേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ കണ്ണുകളുടെ ഉപയോഗവും ഒക്കെ കാരണമായി വരാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് കണ്ണുകളുടെ ഹീന മിഥ്യ അതിയോഗങ്ങൾ, അതായത് ഹീനയോഗം. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ ചെറിയ വെളിച്ചത്തിലിരുന്ന് വായിക്കുന്നത് ഹീനയോഗമായിട്ടും, മിഥ്യായോഗം അതായത് വളരെ കളർഫുള്ളായിട്ടുള്ള വെളിച്ചത്തിൽ നമ്മളൊരു പുസ്തകം വായിക്കുന്നതും, അതിയോഗം കണ്ണുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗവും. ഇങ്ങനെയുള്ള ഉപയോഗങ്ങൾ കണ്ണുകൾക്ക് ഹാനി വരുത്താനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ രാത്രിയിലുള്ള ഭക്ഷണത്തിൽ ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതായത് രാത്രിയിൽ എത്ര താമസിച്ച് കഴിക്കുന്നോ അത്രയും കണ്ണുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും അതുപോലെ തന്നെ നമ്മുടെ ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടും ബുദ്ധിമുട്ടുണ്ടാവുകയും കണ്ണുകളുടെ കാഴ്ചശക്തി കുറയാനായിട്ടും അതൊരു കാരണമായിട്ട് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് നമ്മുടെ അമിതമായിട്ടുള്ള എരിവിൻ്റെ ഉപയോഗം, അതായത് എരിവും അതുപോലെ തന്നെ സോർ ഐറ്റംസ്, പുളിയുള്ള ആഹാരങ്ങളും വറുത്തത് അതായത് ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങളും കഴിക്കുക വഴി നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിക്കുകയും
ഈ ഊഷ്മാവ് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വയറിൻ്റെ എരിച്ചിലുണ്ടാവുകയും കാലക്രമേണ അത് കണ്ണുകളുടെ കാഴ്ചശക്തിക്ക് വരെ മങ്ങലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കതിനെ ഒരു സിൻഡ്രോമായിട്ട് തന്നെ, അതായത് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആയുർവേദത്തിൽ ഇതിന് തക്കതായിട്ടുള്ള പ്രതിവിധി ആദ്യം പറഞ്ഞതിന് ശേഷമാണ് ചികിത്സയിലേക്ക് കടക്കുന്നത്. പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാരണങ്ങൾ ഒഴിവാക്കുക തന്നെയാണ് ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ. അതിനുശേഷം കൃത്യമായിട്ടുള്ള നമുക്ക് ജോലി കളയാണ്ട് തന്നെ ഇതിന് വേണ്ട പ്രതിവിധികൾ, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ നിത്യം ഉപയോഗിക്കുന്നവരിലാണെങ്കിലും ഒരു 15 മിനിറ്റ് കൂടുമ്പോൾ കണ്ണുകൾ മനഃപൂർവ്വം തന്നെ കണ്ണ് ചിമ്മുന്ന ഒരു എക്സസൈസും, അതുപോലെ തന്നെ നെക്ക് റൊട്ടേഷൻ, ഐ റൊട്ടേഷൻ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യായാമ പ്രക്രിയകൾ കൊണ്ടും നമുക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ ആഹാരത്തിലുള്ള ക്രമീകരണം വരുത്തുകയും ചെയ്യാം. ചികിത്സാ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ കണ്ണുകൾക്ക് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് തർപ്പണം ആയിട്ട്, അതായത് കണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് തന്നെ തർപ്പണമായിട്ടാണ്. അതായത് ഒരാളുടെ ശരീരത്തിൻ്റെ എനർജി, ഓജസ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്നത് കണ്ണുകളിലൂടെയാണ്. ആ കണ്ണുകളിലുള്ള ശക്തിയാണ് ആ ശരീരത്തിലെ ഓജസ്സായിട്ട് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ തർപ്പണം എന്ന് പറയുന്ന ചികിത്സ, അതായത് കണ്ണിൽ കൂടെ ധാര പോലെ കഷായങ്ങളായാലും തൈലങ്ങളായാലും ഒക്കെ കെട്ടി നിർത്തിയുള്ള ചികിത്സകളാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ചികിത്സകൾ. കൂടാതെ മറ്റ് ഒട്ടനവധി, അതായത് ലേപനങ്ങൾ കണ്ണുകൾക്ക് പുറംപടയായിട്ടിടുക, ഇങ്ങനെയുള്ള ചികിത്സകൾ ഒക്കെ ഓരോ വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചികിത്സകളാണ് കണ്ണുകൾക്കുള്ളത്. ശരീരത്തിൻ്റെ വിഷത്തെ പുറത്തു കളയുന്ന ഒരു രീതിയാണ് ക്രിയ. യോഗയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് ക്രിയ പ്രാക്ടീസ്. ഷഡ്ക്രിയകളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ത്രാടക. കണ്ണിൻ്റെ ശക്തി കൂട്ടുന്നതിനും കണ്ണുകളുടെ മസിലുകൾക്ക് ബലവും ദൃഢതയും കൈവരിക്കുന്നതിനും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് ത്രാടക. ത്രാടക പല ഘട്ടങ്ങളായാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതിനാദ്യം കണ്ണുകൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്സിലേക്ക് മാറ്റും. ആദ്യം മുകളിലേക്കും താഴേക്കും 7 പ്രാവശ്യം വീതം പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം കണ്ണുകളടച്ച് സാവധാനം പാമിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് കടക്കും. പാമിംഗ് 3 വിധത്തിലാണുള്ളത്: സിമ്പിൾ പാമിംഗ്, കോൺസ്റ്റൻറ്റ് പാമിംഗ്, പ്രഷർ ആൻഡ് റിലീസ് പാമിംഗ്. സിമ്പിൾ പാമിംഗ് എന്ന് പറയുമ്പോൾ കൈകൾ രണ്ടും ശക്തമായി കൂട്ടിത്തിരുമിയതിന് ശേഷം ഒരു കപ്പ് ഫോമിലേക്ക് മാറ്റി കണ്ണുകളുടെ മുകളിലൂടെ നമുക്ക് ആ എനർജി ഫീൽ ചെയ്യാം. ആ സമയത്ത് കണ്ണിൻ്റെ ഐലിഡിലോ ഐലാഷസിലോ ഒന്നും തന്നെ കൈകൾ പെടാതെ സുഖകരമായിരുന്ന് ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക്. കോൺസ്റ്റൻറ്റ് പാമിംഗ് എന്ന് പറയുമ്പോൾ ശക്തമായ പ്രഷർ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക. പ്രഷർ ആൻഡ് റിലീസ് പാമിംഗ് എന്ന് പറയുമ്പോൾ പ്രഷർ ചെയ്യുക, റിലീസ് ചെയ്യുക. കോൺസ്റ്റൻ്റായി ഒരു പ്രഷർ കൊടുത്തതിന് ശേഷം സാവധാനം റിലാക്സ് ചെയ്യുന്ന പ്രൊസീജിയർ. ഈ 3 രീതികളാണ് നമ്മൾ ഓരോ ഐബോൾ എക്സസൈസിനു ശേഷവും അപ്ലൈ ചെയ്യേണ്ടത്. ജ്യോതി ത്രാടക തുടങ്ങുന്നതിന് മുമ്പ് കണ്ണുകളെ എങ്ങനെ ചലിപ്പിക്കാം, കണ്ണുകളെ എങ്ങനെ ലൂസൺ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്. മുകളിലേക്കും താഴേക്കും ഐബോളുകളെ ചലിപ്പിക്കുന്നു. അതിനുശേഷം റൈറ്റ് ടു ലെഫ്റ്റ്, വലതു സൈഡിൽ നിന്നും ഇടതുവശത്തേക്ക് കണ്ണുകളുടെ ഐബോൾ മൂവ് ചെയ്യുന്നു. അതിനുശേഷം എക്സ്ട്രീം ലെഫ്റ്റ് അപ്പ്, ഇടതുവശത്ത് മുകളിലായി റൈറ്റ് സൈഡിൽ താഴെയായി കണ്ണുകളെ ഡയഗണൽ പൊസിഷനിൽ മൂവ് ചെയ്യുന്നു. അതിനുശേഷം റൈറ്റ് അപ്പ്, വലതുവശത്ത് മുകളിലായി ഇടതുവശത്ത് താഴെയായി ഡയഗണൽ പൊസിഷനിൽ കണ്ണുകളെ ബാലൻസ് ചെയ്യുന്നു. ഏറ്റവും അവസാനം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും കണ്ണുകൾ മൂവ് ചെയ്യുന്നു. ജ്യോതി ത്രാടക വളരെ അധികം കണ്ണുകളെ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കണ്ണിൻ്റെ ക്ലാരിറ്റി കൂട്ടുന്നതിനും വിഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനും എല്ലാം തന്നെ ജ്യോതി ത്രാടക വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ജ്യോതി ത്രാടകയ്ക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന് ഇഫർട്ട്ലെസ് ഗെയ്സിങ്, അതായത് കണ്ണുകൾക്ക്
അധികം സ്ട്രെയിൻ കൊടുക്കാതെ വളരെ ലൈറ്റായി നോക്കുന്ന ഒരു പ്രോസസ്സിങ്. അതിനുശേഷം ഇൻറ്റൻസീവ് ഫോക്കസിങ്, അതായത് തുടർച്ചയായി നമ്മുടെ വിൽ പവർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതേ ലൈറ്റിലേക്ക് കണ്ടിന്യൂസ് ആയി നോക്കുന്ന ഒരു പ്രൊസീജിയർ. അതിനുശേഷം ഡീപ് ഫോക്കസിങ്, വളരെയധികം ഇൻറ്റൻസീവ് അല്ലെങ്കിൽ പോലും മൊത്തത്തിൽ കാണുന്ന ലൈറ്റിനെ നിരീക്ഷിച്ചതിനു ശേഷം കണ്ണുകളെ സുഖകരമായി അടയ്ക്കുന്ന ഒരു പ്രൊസീജിയർ. ത്രാടക പ്രാക്ടീസ് ചെയ്യുമ്പോൾ 2 ഘട്ടങ്ങളാണുള്ളത്. ഒന്ന്, കണ്ണുകളെ ലൂസൺ ചെയ്യുന്ന ഒരു പ്രൊസീജിയറും ജ്യോതി ത്രാടകയും. ദീപത്തിൽ ഇൻറ്റൻസീവും ഡീഫോക്കസ്ഡുമായി കണ്ണുകളെ ലൂസൺ ചെയ്യുന്ന വേറൊരു പ്രൊസീജിയറും. ത്രാടക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും കണ്ണാടിയോ അല്ലെങ്കിൽ ബെൽറ്റോ വാച്ചോ ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ത്രാടക പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് ശുദ്ധമായ ജലത്തിൽ കണ്ണുകൾ കഴുകിയതിന് ശേഷം മാത്രമേ പ്രാക്ടീസ് തുടങ്ങാവൂ. മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ ഡിം ലൈറ്റിൽ വേണം എപ്പോഴും ത്രാടക പരിശീലിക്കാൻ. ഓരോ സെറ്റ് ഓഫ് പ്രാക്ടീസ് കഴിയുമ്പോഴും പാമിംഗ് തീർച്ചയായും ചെയ്തിരിക്കണം. കണ്ണുകൾ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാമിംഗ് ചെയ്യുന്നത്. ഓരോ പ്രാവശ്യവും പാമിംഗ് കഴിഞ്ഞതിന് ശേഷം കണ്ണുകൾക്ക് ചുറ്റുമുണ്ടാകുന്ന മാറ്റം, കൂളിംഗ് സെൻസേഷൻ എല്ലാം തന്നെ ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി ക്രമീകരിക്കുന്നതിനും ലെൻസിൻ്റെ ദൃഢത കൂട്ടുന്നതിനും മാത്രമല്ല ഡിപ്രഷൻ, ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ എന്നിവ കുറയ്ക്കുന്നതിനും ഈ അഭ്യാസം വളരെ നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനുമൊക്കെ തന്നെ നമുക്ക് ത്രാടക അഭ്യസിക്കാം. ത്രാടക പരിശീലിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഗുരുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം എപ്പോഴും അഭ്യസിക്കേണ്ടത്. കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കുന്നതിനും ദീർഘകാലം ഒരുപോലെ കാഴ്ച നിലനിർത്തുന്നതിനും ഈ അഭ്യാസങ്ങൾ നമ്മെ സഹായിക്കുന്നു. നേത്രരോഗങ്ങളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് ഉപകാരപ്പെടുന്ന ഒരു വിഷയവുമായി ആരോഗ്യ മലയാളിയുടെ അടുത്ത എപ്പിസോഡിലൂടെ കാണാം. കാത്തിരിക്കുക.